ഇസ്രായേൽ പ്രതിരോധിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാൻ ധാരണ. ഇന്ത്യയും കാനഡയും പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സുപ്രധാന തീരുമാനം. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരുന്നു. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ പരാമർശങ്ങളെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിലെ അകൽച്ച തുടരുന്നിടെയാണ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് കൊല്ലം വിളക്കുടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് സേനാംഗങ്ങൾ. നിരവധി